ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. നിങ്ങൾ പണത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും സത്യസന്ധമായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് എനിക്ക് ധാരാളം പണം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു തരം കുറ്റബോധം അല്ലെങ്കിൽ നെഗറ്റിവിറ്റി വരാറില്ലേ? പലരും പറയാറുണ്ട്, അത്യാഗ്രഹം പാടില്ല, പണം എല്ലാ തിന്മകളുടെയും മൂല കാരണമാണ്, പണക്കാരൊക്കെ ഭയങ്കര സ്വാർത്ഥരാണ്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിലും ഒരു കാലത്ത് ഇതേ ചിന്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു നിർണായക നിമിഷം ഈ ചിന്തകൾ തെറ്റാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആ നിമിഷം മുതലാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയത്. ഇവിടെ ഈ 10 മിനിറ്റ് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്നേക്കുമായിട്ട് ഞാൻ മാറ്റിമറിക്കുന്നതായിരിക്കും. ഇത് കേവലം ഒരു സാമ്പത്തിക ഉപദേശമൊന്നുമല്ല, മറിച്ച് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയുടെ ഒരു ബ്ലൂ പ്രിന്റ് എങ്ങനെ മാറ്റി എഴുതാം എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ റെഡിയല്ലേ? എങ്കിൽ നമുക്ക് തുടങ്ങിയാലോ. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് പണം ഒരു തിന്മയാണ് എന്ന്, അല്ലെ? എന്നാലും ചിന്തിച്ചു നോക്കൂ, പണം ശരിക്കും ഒരു തിന്മയാണോ? ഒരു കത്തി നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഉപയോഗിക്കുന്ന കത്തി, ആ കത്തി ഒരു ഡോക്ടറുടെ കയ്യിലാണ് കത്തിയുള്ളെങ്കിൽ ഡോക്ടർ ആളുടെ ജീവൻ രക്ഷിക്കും. നമ്മളുടെ കയ്യിൽ, ഒരു വീട്ടമ്മയുടെ കയ്യിലാണ് ആ കത്തിയുള്ളെങ്കിൽ അവരത് വെച്ച് പാചകം ചെയ്യാനായിട്ട് ഉപയോഗിക്കും, അല്ലേ? കഷ്ണം കറിയൊക്കെ അരിയാനായിട്ട് ഉപയോഗിക്കും. അതേ സമയത്ത് ഒരു കൊള്ളക്കാരൻ്റെ കയ്യിലിരിക്കുന്ന കത്തിയോ അദ്ദേഹം മറ്റുള്ളവരെ കുത്തിക്കൊന്നോ പേടിപ്പിച്ചോ കൊള്ള നടത്താനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ആ കത്തി എന്നത് ഒരു ടൂള് മാത്രമാണ്. ഓരോ വ്യക്തിയുടെയും മനോഭാവവും അവരുടെ ജോലിയും അനുസരിച്ച് ആ കത്തിയുടെ ഉപയോഗത്തിന് മാറ്റം വന്നു. ഇത് തന്നെയല്ലേ ശരിക്കും പണത്തിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്? നല്ല മനസ്സുള്ളവരുടെ കയ്യിൽ പണം കിട്ടുമ്പോൾ അവരത് നന്മയ്ക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കും. പണം എന്നത് ഒരു എനർജിയാണ്, അതൊരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ സേവനങ്ങൾ, നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന വാല്യൂ, ഇതിൻ്റെ എല്ലാം ഒരു അളവുകോലാണ് പണം. പണം നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് നിങ്ങൾ പ്രപഞ്ചത്തിന് എത്രമാത്രം വാല്യൂ നൽകുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും, അല്ലേ? പണത്തെ വെറുക്കുന്നത് അതില്ലെങ്കിൽ അത്യാവശ്യമുള്ള ഒരു കാര്യത്തെ വെറുക്കുന്നതിന് തുല്യമാണ്. അതായത് നമുക്ക് പണത്തെ വെറുക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിനോടൊരു ഇഷ്ടക്കേട് കാണിക്കുക എന്ന് പറഞ്ഞാൽ, അതിനർത്ഥം നമുക്ക് ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യത്തിനെ നമ്മൾ വെറുക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടക്കേട് കാണിക്കുന്നു, അതിന് തുല്യമാണ്. പണമില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, നല്ല വിദ്യാഭ്യാസം നേടാൻ കഴിയില്ല, നല്ല ചികിത്സ ലഭിക്കില്ല, നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് നന്നായിട്ട് നോക്കാനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ ലോകത്തെ നമുക്ക് ചുറ്റിക്കാണാനായിട്ട് കഴിയില്ല. അപ്പോൾ പണത്തെക്കുറിച്ചുള്ള ഈ നെഗറ്റീവ് ചിന്താഗതി നമുക്കിങ്ങനെ നല്ലതായിട്ട് വരും. അപ്പോൾ ആ പണത്തെക്കുറിച്ചുള്ള ആ ഒരു ചിന്ത, നെഗറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് നമുക്ക് കൂടുതൽ നെഗറ്റീവ് അനുഭവങ്ങൾ മാത്രം തന്നുകൊണ്ടിരിക്കും. പണത്തെക്കുറിച്ചുള്ള ഈ നെഗറ്റീവ് ചിന്താഗതി നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ഒരു ചങ്ങലയാണ്. ഈ ചങ്ങല പൊട്ടിച്ചെറിയേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ട് എത്ര പ്രയത്നിച്ചിട്ടും ചിലപ്പോൾ പണം കൈകളിൽ ഒതുങ്ങുന്നില്ലെങ്കിൽ അതിനൊരു കാരണം നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്. നമ്മൾ അറിയാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന ചില ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്. ഉദാഹരണത്തിന്, പണം ഉണ്ടാക്കാനൊക്കെ ഒരു ഭയങ്കരമായിട്ട് കഷ്ടപ്പെടണം, എനിക്ക് ഒരിക്കലും ആകാനായിട്ട് എനിക്ക് പറ്റത്തില്ല, എൻ്റെ പേരൻസിനൊന്നും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലൊന്നും പണക്കാരായിട്ടുള്ളവരൊന്നുമില്ല, പരമ്പരാഗതമായിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ പാവപ്പെട്ടവരാണ്, ഞാൻ അത്രയ്ക്ക് ഭാഗ്യമൊന്നുള്ള ആളൊന്നുമല്ല, പിന്നെ അത് തന്നെയല്ല ഒത്തിരി പണം നേടാനായിട്ടുള്ള വലിയ കഴിവുകളൊന്നും എനിക്കില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിലുണ്ടായിരിക്കും. ഈ ചിന്തകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാകും. ഈ ഉപബോധ മനസ്സിൻ്റെ സ്വഭാവം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു ശക്തമായിട്ടുള്ളൊരു മാഗ്നറ്റ് പോലെയാണ് അത് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ, എന്തിൽ വിശ്വസിക്കുന്നുവോ അതിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കും. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു പുവർ മൈൻഡ് സെറ്റും ഒരു റിച്ച് മൈൻഡ് സെറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പുവർ മൈൻഡ് സെറ്റ് പറയുന്നു,
പണം കിട്ടാൻ കുറേ കഷ്ടപ്പാട് വേണം. അത് വളരെ ബുദ്ധിമുട്ടാണ് നേടിയെടുക്കാനായിട്ട്. ഒരുപാട് റിസ്ക് ഉണ്ട്. ഇങ്ങനെ പറയുന്നവര് സാധ്യതകളേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളെ കാണുന്നു എന്നുള്ളതാണ്. അവര് പണം ഉണ്ടാക്കാനുള്ള സാധ്യതകളേക്കാൾ കൂടുതലായിട്ട് അവരിലേക്ക് വരുന്നത് അത് അതിനുള്ള തടസ്സങ്ങളായിരിക്കും. അതേസമയത്ത് റിച്ച് മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും? പണം എളുപ്പത്തിൽ ആകർഷിക്കാവുന്നതാണ്. ശരിയായ വാല്യൂ കൊടുത്താൽ അത് നമ്മളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തും. അവസരങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഈ രീതിയിലായിരിക്കും അവരതിനെ കാണുന്നുണ്ടാവുക. ഇവര് പ്രശ്നങ്ങളെ എല്ലാം എന്ത് ചെയ്യും? അവരതിനെല്ലാം ഒരു അവസരങ്ങളായിട്ടായിരിക്കും അവർ കാണുന്നത്. ആ രീതിയിലായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ചിന്താഗതി മാറ്റം, അതായത് നമ്മളുടെ മൈൻഡ് സെറ്റിലുള്ള മാറ്റം, സാമ്പത്തിക ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഏറ്റവും ശക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ നിങ്ങൾക്ക് 3 പവർഫുൾ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് പരിചയപ്പെടുത്താം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ഓരോന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതായത് ഒന്നാമത്തെ എന്ന് പറയുന്നത് പണത്തിനെ ഇഷ്ടപ്പെടുക, അതിനോടൊരു പ്രീതി കാണിക്കുക, അതിനെ ബഹുമാനിക്കുക. റെസ്പെക്റ്റ് ആൻഡ് വെൽക്കം മണി. പണത്തെ വെറും ഒരു കടലാസ് കഷ്ണമായിട്ടോ അക്കമായോ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കാണാൻ പാടില്ല. അതിനെ ഒരു സുഹൃത്തിനെ പോലെ നമ്മളുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യേണ്ട ഒരു ശക്തിയായിട്ട് അതിനെ കാണുക. ഐ റെസ്പെക്റ്റ് ആൻഡ് വെൽക്കം മണി ഇൻ ടു മൈ ലൈഫ്. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദ മണി ഐ ഹാവ് ആൻഡ് ഫോർ ദ മണി ദാറ്റ് ഈസ് കമ്മിങ്. ഈ ചിന്തകൾ മനസ്സിൽ ആവർത്തിക്കുക. പണം വരുമ്പോൾ അതിനെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക, അതിന് പ്രാധാന്യം നൽകുക. നിങ്ങളുടെ സമീപനം മാറുമ്പോൾ പണവും നിങ്ങളോട് അകൽച്ച കുറച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സമൃദ്ധിയെ കാണുമ്പോൾ നമ്മൾ അതിൽ ആനന്ദം അനുഭവിക്കുക എന്നുള്ളതാണ്. അതായത് പലർക്കും പറ്റാത്തൊരു കാര്യമാണ്. അതായത് ഞാൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് കുറേ പൈസ വേണം, എന്നിട്ട് നല്ലൊരു വീട് വെക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ എൻ്റെ ആ ആഗ്രഹം സഫലമായി കിട്ടിയത് നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ ആളിനെ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിനെ, അല്ലെങ്കിൽ നമ്മളുടെ റിലേറ്റീവ്സിന് ആരെങ്കിലും. ഈ സമയത്ത് നമ്മുടെ മനസ്സിലൊരു അസൂയ മനോഭാവം ജനിക്കുകയാണ്. അതായത് ഞാൻ എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷെ എനിക്കത് കിട്ടിയില്ല, അവർക്കത് കിട്ടി. അങ്ങനെ ഞാൻ ചിന്തിക്കുന്ന സമയം എൻ്റെ മനസ്സിലുണ്ടാകുന്ന, അല്ലെങ്കിൽ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു സിഗ്നൽ ചെല്ലും, എനിക്കിത് വേണ്ട, ഞാനതിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു സിഗ്നൽ നമ്മൾ കൊടുക്കുകയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം അതിന് നമ്മൾ ആണാണോ പെണ്ണാണോ എന്നുള്ള വസ്തുത പോലും അറിയില്ല. അത് നമ്മളുടെ ബോധത്തിന് മാത്രമാണ് അതിനെക്കുറിച്ച് അറിയാവുന്നത്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നു, നിരന്തരമായിട്ട് ഞാൻ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിന് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വീട് വേണം, എനിക്കത് ഉണ്ടാക്കാനുള്ള പൈസ വേണം എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് ഈ വീട് കാണുന്ന ആ ഒരു സമയം, എൻ്റെ മനസ്സിൽ ഈ നെഗറ്റീവ് വരുന്ന സമയം, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. എന്നോട് ഇവള് നേരത്തെ പറഞ്ഞു എനിക്ക് പണം വേണം, വീട് വെക്കണം. അതേസമയം അത് കണ്ട സമയത്ത് നെഗറ്റീവ് ഫീൽ വരുന്നു. അപ്പോൾ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിട്ടുന്ന നിർദ്ദേശം ആ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് അവിടെ മനസ്സിലാവുന്നത്. എനിക്ക് അത് കിട്ടിയ സമയത്ത് ഉണ്ടായ ആ ഒരു അസൂയ, അപ്പം ഞാനിതിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ഒരു സിഗ്നലാണ് ആ സബ് കോൺഷ്യസ് മൈൻഡിന് കിട്ടിയത്. അതായത് എനിക്ക് കിട്ടിയത് കൊണ്ടാണോ അതോ അയലത്തുകാരൻ്റെത് കണ്ടത് കൊണ്ടാണോ എനിക്ക് ഈ അസഹിഷ്ണുത എൻ്റെ മനസ്സിലുണ്ടായതെന്ന് തിരിച്ചറിയാനുള്ള സെൻസ് സബ് കോൺഷ്യസ് മൈൻഡിനില്ല. അപ്പോൾ അവിടെ കിട്ടുന്നത് എന്താണ്, ആ ഫീലിങ്ങിന് മാത്രമാണ് അവന് മനസ്സിലാകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എന്താ വേണ്ടത്? നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം വേഗം നേടിയെടുക്കാനുള്ള ഒരു അടിപൊളി മാർഗം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മേന്മകളിൽ, അവർക്ക് കിട്ടുന്ന സന്തോഷങ്ങളിൽ നമ്മൾ അവരെക്കാളേറെ സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് അവർക്ക് വീട് കിട്ടി, അല്ലെങ്കിൽ അവരൊരു കാർ വാങ്ങിച്ചു, അയ്യോ അവർക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നതിന് പകരം നമ്മൾ അവരെ അങ്ങ് ബ്ലെസ് ചെയ്യണം. ദൈവമേ, ഇനി അവന് ഇഷ്ടം പോലെ ഇനിയും കൊടുക്കണേ ദൈവമേ, അവർക്ക് ആ വീട്ടിൽ ഒരുപാട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റണേ ഭഗവാനെ എന്ന് നമ്മൾ നമ്മളുടെ ഉള്ളിൽ പറയുമ്പോൾ എവിടെയാണ് ആ ശബ്ദം പോയത്? നമ്മുടെ ഉള്ളിലാണ് ആ ശബ്ദം മുഴങ്ങിയത്, അല്ലേ? അപ്പോൾ
ആ സിഗ്നൽ എവിടെ കിട്ടി? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കിട്ടി. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് വിചാരിക്കുക, ഇവന് ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇവൻ ഇത് വേണം, അല്ലെങ്കിൽ ഇവൾക്കിത് ഇഷ്ടപ്പെടുന്നു, ഇവളിലേക്ക് ഇത് എത്തണം എന്ന സിഗ്നലാണ് അവിടെ കിട്ടിയത്. അതായത് ആ ഒരു സമ്പത്തിനെയും നല്ല വീടിനെയും ഞാൻ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, എനിക്കത് വേണം, ഞാനത് ആഗ്രഹിക്കുന്നു എന്ന സിഗ്നൽ കിട്ടി. അതിനെ എനിക്ക് കിട്ടും. നേരെ മറിച്ച് ഞാൻ അസഹിഷ്ണുത പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് വരാനിരിക്കുന്ന ആ ഭാഗ്യത്തിൻ്റെ മണ്ട, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അത് നമ്മളിലേക്കൊന്ന് അട്രാക്റ്റ് ആക്കി ഇത് കൊണ്ടുവരുന്നുണ്ടായിരിക്കും ആര്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മൾ അതിൻ്റെ മണ്ട അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുന്നതിന് തുല്യമായി പോകും. മനസ്സിലായോ? അപ്പോൾ ഒരു കാരണവശാലും ആ ഒരു ടെൻഡൻസി നിങ്ങൾ ഒരു കാരണവശാലും കാണിക്കരുതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആർക്ക് നന്മ വന്നാലും അത് നമുക്ക് കിട്ടിയതായിട്ട് കണക്കാക്കി നമ്മൾ അവരെ ബ്ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ആ അനുഗ്രഹം അവർക്ക് കിട്ടിയതിനേക്കാട്ടിൽ കൂടുതലായിട്ട് നമ്മൾക്കുള്ളിൽ കിട്ടും. ഇത് എപ്പോഴും ഓർത്ത് വെച്ചേക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, പണം ആകർഷിക്കാൻ ഞാൻ പൂർണ്ണമായും ഓപ്പൺ ആണെന്ന് പ്രഖ്യാപിക്കുക. നമ്മൾ എപ്പോഴും പറയണം, നമ്മൾ അതെന്താണ് പ്രഖ്യാപിക്കുകയാണ് വേണ്ടത്. പണം ആകർഷിക്കാൻ ഞാൻ പൂർണ്ണമായും ഓപ്പൺ ആണ് എന്ന് നമ്മൾ ഉറക്കെ പറയുക. ഇതൊരു ഡിക്ലറേഷനാണ്. പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ പണം സ്വീകരിക്കുന്നതിൽ നിന്ന് നമ്മളെ തന്നെ തടയുന്നുണ്ടായിരിക്കാം. അതായത് ഒരു അവസരം വരുമ്പോൾ എനിക്കിത് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇതെനിക്ക് വളരെ വലുതാണ് എന്ന് ചിന്തിക്കുന്നത് ഈ സ്വീകരണത്തെ തടസ്സപ്പെടുത്തും. സ്വയം ഉറക്കെ പറയുക, ദിവസവും പറയാം, I am a magnet for money. Money flows to me easily and frequently from multiple sources. I am worthy of receiving abundance. ഞാനൊരു പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറിയിരിക്കുന്നു. വിവിധ മാർഗങ്ങളിലൂടെ എഫോർട്ട്ലെസ് ആയിട്ട് എന്നിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ എല്ലാ ദിവസവും ആവർത്തിക്കണം. നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഈ സന്ദേശം നൽകുന്നത് വഴി നിങ്ങൾ പണം നേടാൻ തയ്യാറാണെന്നും അതിന് ഞാൻ അർഹനാണെന്നും പ്രപഞ്ചത്തിനോട് പ്രഖ്യാപിക്കുകയാണ്. നാലാമത് ചെയ്യേണ്ടത് യുവർ ആക്ഷൻ പ്ലാൻ ആൻഡ് ദ ഫ്യൂച്ചർ. ഈ 3 മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് കേവലം കേട്ടിട്ട് പോകാനുള്ളതല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ദിവസവും ഈ ആശയത്തെ കുറച്ച് സമയമെങ്കിലും ഈ ഒരു ആശയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഈ അഫർമേഷൻ പറയുക. നിങ്ങളുടെ മനസ്സിലെ പണത്തെ ആകർഷിക്കാനുള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്തെടുക്കുക. പണം നേടാൻ നിങ്ങൾക്കാവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഴയ മനസ്സിനെ നിങ്ങൾ മാറ്റിയാൽ പണമാണ് നിങ്ങളുടെ വഴി തിരിഞ്ഞു വരാൻ തുടങ്ങുക. പണമാണ് നിങ്ങളുടെ വഴിയിലേക്ക് തിരിഞ്ഞു വരാൻ തുടങ്ങുക. നിങ്ങളുടെ കഴിവിനും അധ്വാനത്തിനും അപ്പുറം നിങ്ങളുടെ ചിന്തകൾക്ക് പണത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാനുള്ള ശക്തിയുണ്ട്. ഓർക്കുക, സമൃദ്ധി ഓരോ മനുഷ്യൻ്റെയും ജന്മാവകാശമാണ്. ഈ ചിന്താഗതി നമ്മളിൽ വരുമ്പോൾ തന്നെ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനായിട്ട് തുടങ്ങും. നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ആക്ഷൻ പ്ലാനിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മളിങ്ങനെ അഫർമേഷൻ പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ മാത്രം മതിയോ? പോരാ, നമ്മൾ ആക്ഷൻ എടുക്കണം. അതായത് അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ എന്ത് മാറ്റമാണ് വന്നത് എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് ഒരുപാട് പ്രചോദനം നൽകും. ഇതുപോലുള്ള വാല്യുബിൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും തരാനായിട്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.